ആഗ്രഹിക്കുന്നത്. ഞാനാണ് ഉത്തർളം മാരുതി ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഈ വർഷം. അദ്ദേഹം മനോജ് എം കെ സെക്രട്ടറി, ഈ മോഹനൻ കരുണാകരൻ നമ്മുടെ മുൻ പ്രസിഡന്റും, രാജു ദാമോദർ അദ്ദേഹം മുൻ പ്രസിഡന്റാണ്, പി കെ സുരേഷ് അദ്ദേഹം മുൻ പ്രസിഡന്റാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ അടുത്ത കാലത്ത് 24 ചാനലിൽ കൂടി നിങ്ങളുടെയൊക്കെ ഒരു സുഹൃത്ത് സ്ഥിരമായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ തെളിവുകൾ ഞങ്ങളുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് എനിക്കും എൻ്റെ ബ്രദറിനുമെതിരെ മഴവെള്ളം ഒഴുകുന്ന സംബന്ധിച്ച് ഒരു ഉണ്ടായിരുന്ന ഓട മൂടി ഒരു കൃത്രിമ വെള്ളക്കെട്ടുണ്ടാക്കി അദ്ദേഹത്തിന്റെ പിതാവിനെയും മാതാവിനെയൊക്കെ നിർത്തിയിട്ടൊരു ഷൂട്ട് ചെയ്ത് 24 ചാനലിലെ പൊതുജനം കരുതയല്ല സാർ എന്ന പ്രോഗ്രാമില് ടെലികാസ്റ്റ് ചെയ്ത സാഹചര്യമുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി പേര് അയച്ചു തന്നു, ഒത്തിരി പേര് എന്നെ വിളിക്കുന്നു, എന്താ സംഭവം, നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവരെയൊക്കെ പറഞ്ഞു ഞാൻ മടുത്തു. അപ്പൊ ഈ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ മാരുതി ജംഗ്ഷനിൽ ഒരു കലിമ്പുണ്ട്. ആ കലിങ്ക് 2017 അതിന് കലിങ്ക് വരണമെങ്കിൽ അവിടെ ഒരു ഓട ഉണ്ടാവില്ല, ഒഴുകിപ്പോയി ആ ഓട നികത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളക്കെട്ട് ഉണ്ടാവുകയും റോഡുകൾ തകരുകയും വീടുകളിൽ വെള്ളം കയറുകയും കിണറ്റിലേക്കാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭം മുന്നെടുത്ത് അന്നത്തെ ഒരു റൂളിംഗ് പാർട്ടി, പ്രമുഖ പാർട്ടി ഇടപെട്ട് അതിലൊരു വെള്ളം റോഡിന് ഗതിമാറ്റി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനോടനുബന്ധിച്ച് ഈ മനോജ് എം കെ ഉൾപ്പെടെയുള്ള 4 ചെറുപ്പക്കാർക്കെതിരെ, അത് 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, 4, 5, 6, 7 പ്രതികളായിട്ട് ഇപ്പൊ കേസ് മൂവാറ്റുപുഴ കോടതിയിൽ 623/2017 എന്ന നിലയിൽ ഒരു കേസ് നിലനിൽക്കുന്നു. അവിടുന്ന് തുടങ്ങിയ ഇഷ്യൂസാണ്. ഈ 2017 നിങ്ങളുടെ സുഹൃത്തും മാധ്യമപ്രവർത്തകനുമായ ഈ അദ്ദേഹം ഇതിന്റെ 24ന്റെ സ്ട്രിങ്ങർ എന്ന് പറയുന്നു, പിന്നെ ദീപിക പത്രത്തിന്റെയും കൂത്താകുളം ന്യൂസ് ചാനലിന്റെയും ലോക്കൽ റിപ്പോർട്ടറാണെന്ന് അറിയുന്നു. അത് മാത്രമല്ല നിങ്ങളുടെ പ്രസ് ക്ലബിലെയും നിങ്ങളുടെ യൂണിയന്റെയും മെമ്പറാണെന്ന് പറയുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, എന്നാലും മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മൾ ഇതിൽ കാണുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ നിങ്ങളെ വിളിച്ച് വിവരങ്ങളെ അറിയിക്കണം, സത്യാവസ്ഥ മനസ്സിലാക്കണം, എന്തെങ്കിലും പരിഹാരങ്ങൾ സാധിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കണം. അല്ലാതെ നമ്മളൊരു വ്യക്തിവൈരാഗ്യത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും അല്ല ഈ പ്രസ് കോൺഫറൻസ്. ഇനി അതിന്റെ കണ്ടന്റിലേക്ക് വരാം. എനിക്ക് പറയാനുള്ളത്, ഈ വെള്ളം എനിക്കെതിരെയും ബ്രദറിനെതിരെയും അപകീർത്തി കേസാണ് ഇതിൻ്റെ അകത്ത് ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത് എന്നെ പേഴ്സണലായിട്ട് ബാധിച്ചത് MGRന്റെ പ്രസിഡന്റ് എന്ന നിലയിലും എനിക്കത് നിങ്ങളെ ബോധിപ്പിക്കുന്നതാണ്. അതായത് നിങ്ങൾക്കറിയാം മാരുതി ജംഗ്ഷൻ എന്താ സംഭവം. മാരുതി ജംഗ്ഷന്റെ മുകളിലേക്ക് ഓരോരോ തട്ടായിട്ട് 8-10 തട്ടുകളിലായിട്ട് 10-12 വീടുകൾ ഉള്ളതാണ്, വർഷങ്ങളായിട്ട് മയിലാത്തോട്ടം തൊട്ട് ഇന്ന് താഴെ വരെ. ആ വീടുകളിൽ കൂടി മഴക്കാലത്ത് മാത്രം ഒഴുകി വരുന്ന മഴവെള്ളവും അതിനോടനുബന്ധിച്ചുള്ള ഉറവെള്ളവും ആ പറമ്പുകളിൽ കൂടിയൊക്കെ ഒഴുകി വന്ന് നമ്മുടെ പറമ്പിൽ വന്ന് അത് മത്തായി ചേട്ടൻ എന്ന് പറയും, കോട്ടക്കൽ മത്തായി ചേട്ടന്റെ പറമ്പിലേക്ക്, അദ്ദേഹം പരാതനാണ്, ഞങ്ങളുടെ മുൻ രക്ഷാധികാരിയാണ് അസോസിയേഷൻ, അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് ചാടി അതങ്ങ് ഒഴുകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സുരേഷ് ഈ വെള്ളം എല്ലാം കൂടെ മോളിൽ നിന്ന് നമ്മുടെ എല്ലാം പരന്ന് ഒഴുകുമല്ലേ, നമുക്ക് എന്തെങ്കിലും സംവിധാനം വേണ്ടെന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, ചേട്ടൻ അന്ന് ഡ്യൂട്ടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, എന്നാൽ ചേട്ടാ ഒരു കാര്യം, നമുക്ക് മതിൽ കേട്ടാം, എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് അടിക്കാം. അങ്ങനെയാണ് ഞങ്ങൾ 2010 ആ മതിൽ കെട്ടുന്നതും ഈ ഓവിടുന്നതും. അത് കഴിഞ്ഞ കാലങ്ങൾ കടന്നുപോയി. മത്തായി ചേട്ടൻ ഉള്ളപ്പോഴും ആരുമില്ല. 2017 ഒരു താമസം തുടങ്ങുന്നത്. എന്നിട്ട് ഒരു 2022 മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തു, ഈ ഓട അടയ്ക്കണം എന്ന് പറഞ്ഞു. അതിപ്പോ മുനിസിപ്പാലിറ്റിക്ക് സാധിക്കാത്തതുകൊണ്ട്, നിയമം ഇല്ലാത്തതുകൊണ്ട് ഹൈക്കോടതിക്ക് പോലും സാധിക്കും, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് പോലും സാധിക്കും തോന്നുള്ള ഒരു വഴി കൂടെ വെള്ളം ഒഴുകാൻ, നമ്മുടെ വഴി കൂടെ വെള്ളം ഒഴുകണമെന്ന് അവരുടെ പ്രേരണ. അപ്പൊ അത് പിന്നെ ഓംബുഡ്സ്മാന്റെ അടുത്ത് പോയി, ഓംബുഡ്സ്മാന്റെ അടുത്ത് ഇതിലാണ് എന്താ പറയാ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയുടെ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഒരു ലീഗൽ സെല്ലുകളിൽ നിൽക്കുന്ന പരാതികൾ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ചെയ്തത് ശരിയാണോ തെറ്റാണോ, അതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഈ കലിങ്ങൾ മൂടുകയും, ആരാണോ ആ കാലഘട്ടങ്ങളിൽ പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ട് വന്നാൽ അവർക്കെതിരെ എന്തെങ്കിലും ഒരു ഇപ്പൊ ആദ്യമായിട്ടാണ് പേപ്പർ കൊടുക്കുന്നത്, നമ്മൾ ഇതിനകത്ത് ഇപ്പം റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അത് ഭാവിയിൽ ഇനി വരുന്ന പ്രസിഡന്റും സെക്രട്ടറിക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്
ഒരു പ്രസ് മീറ്റ് നടത്തി ഒരു തെളിവാക്കി വെക്കാൻ വേണ്ടി തന്നെയാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. അത് മാത്രമല്ല, ആയിരക്കണക്കിന് ആൾക്കാർ ഡെയിലി യാത്ര ചെയ്യുന്ന നമ്മുടെ ആ റോഡിന്റെ ശോചനീയാവസ്ഥ നിങ്ങൾ ആരും വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ വരികയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നുള്ളത്. അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ബഹുമാന്യായ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ കൃഷി മോഹൻ സാർ ഞാൻ ക്ഷണിച്ചോളൂ. ശ്രീ സുരേഷ് പറഞ്ഞതുപോലെ മൈൽഡി ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു പൊതു പ്രശ്നം കൂടിയാണ്. ആദ്യമേ പറഞ്ഞ കാര്യം ഏറ്റവും അവസാനം സംഭവിച്ചത് സുരേഷ് കുമാറിന്റെയും ജസ്റ്റിൻ പ്രദീപ് കുമാറിനെതിരെ നടത്തിയ ഒരു വീഡിയോ പ്രദർശനം നിങ്ങൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതൊരു രണ്ടാമത്തെ ഒരു ഇഷ്യൂ ആണ്. പ്രധാന പ്രശ്നം സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൈൽഡി ജംഗ്ഷനിൽ ഉണ്ടാകുന്ന നിരന്തരം ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന്റെ പ്രശ്നം. ഈ വെള്ളക്കെട്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പോൾ ഞങ്ങൾ വരുന്നത് രാമപുരം കവല കൂടി വരുന്ന ആ റോഡിലാണ്. എന്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു വീട്ടമ്മ സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുക ലൈഫ് ഷോർ ഹോസ്പിറ്റലിൽ നടുവിൽ. അവർ ഗട്ടർ വീണാൽ സംഭവം പ്രശ്നമാകുന്നുള്ളതുകൊണ്ട് ചോരക്കുഴി ചുറ്റിയാണ് അവർ ടൗണിൽ വരുന്നത്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥയുടെ ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. എന്നാണ് ഈ പ്രശ്നം തുടങ്ങിയതെന്ന് അതാണ് ആദ്യമേ പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനായ മത്തായി ചേട്ടൻ ഞങ്ങളുടെ രക്ഷാധികാരിയായി എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ ഞങ്ങളുടെ ഒരു വഴികാട്ടി എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അതേ കുടുംബക്കാരാണ് ഇപ്പൊ ഈ പ്രശ്നത്തിന് ആധാരം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മത്തായി ചേട്ടന്റെ കാലത്ത് എല്ലാ സഹകരണവും ഉണ്ടായിരുന്ന ആൾക്കാർ അന്ന് ആ സമയത്തൊന്നും ഇവരവിടെ ഇല്ലായിരുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കും. ഇവരുടെ പാർട്ടീഷൻ കഴിഞ്ഞ സ്ഥലം വർഷം എന്ന് പറഞ്ഞത് 2009. അതുവരെ ഒരുമിച്ച് കിടന്നൊരു സ്ഥലം, അതായത് റോഡിന് വടക്കുവശം കിടക്കുന്ന സ്ഥലം, താമസിക്കുന്നത് തെക്കുവശത്ത്. ആ സ്ഥലം ഒരുമിച്ച് കിടക്കുന്ന സ്ഥലം ഒരു കലുങ്കുണ്ടെങ്കിൽ അതിനൊരു ഔട്ട്ലെറ്റ് ഉണ്ടെന്നുള്ളത് ആരും പറയേണ്ട കാര്യമില്ല. PWD വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് നൂറ്റാണ്ടായിട്ടുണ്ടാവും അത്രയും പഴക്കമുള്ള ഒരു കഴുക. അതിൽ നിന്നും നേരെ വെള്ളം പോയിക്കൊണ്ടിരുന്നത് ഒരു PWD വർക്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓടയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാൻ വളഞ്ഞൊരു പാത ഉണ്ടാക്കി. അപ്പൊ സ്വാഭാവികമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ജലത്തിനെ 2009 ശേഷം ഇവർ താമസം തുടങ്ങുകയും ഇവർക്ക് പ്രോപ്പർട്ടി സെറ്റിൽമെന്റ് ഡീഡായിട്ട് കിട്ടിയതിന് ശേഷം സഹോദരിയായിട്ട് ഉള്ള പാർട്ടിന്റെ അതിൽ നിന്ന് ഇവരുടെ പ്ലോട്ടിലുള്ള ആ വെള്ളപ്പൊക്കമായിട്ട് ഒഴിവാക്കുക, വെള്ളം ഒഴുകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് മണ്ണിട്ട് മൂടുന്ന ഒരു സ്ഥിതി 2017 ഉണ്ടായി, 16-17. അപ്പോൾ തന്നെ അവിടെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയതാണ്. സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ജീവിക്കുകയും എല്ലാ കാര്യങ്ങളും സഹകരിക്കുകയും ചെയ്ത ആൾക്കാർ അതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നിൽ ഓട മറ്റേ പൈപ്പ് ഇടുക, അല്ലെങ്കിൽ അതിലൂടെ തന്നെ ഓട നല്ല രീതിയിൽ ഉണ്ടാക്കുക, എന്നിട്ട് മണ്ണിട്ട് കൂടുതൽ സ്ലാബ് വെച്ച് ആ ഒരു ധാരണയിൽ ഞങ്ങളായിട്ട് വന്ന് കൂടുതൽ ഇടപെടാൻ സാധിച്ചില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇവരെ വിശ്വസിച്ച് ഞങ്ങൾ ചെയ്യുകയും സ്വാഭാവികമായിട്ട് മണ്ണിട്ട് മൂടി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നില്ല. അന്ന് മുതൽ 2017 മുതൽ ഈ വെള്ളക്കെട്ടിന്റെ വലിയ പ്രശ്നം, അത് പിന്നെ വലിയ പ്രക്ഷോഭത്തിലേക്ക് മാറുകയും അന്നത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷി CPM തന്നെ വന്ന് അത് ഡിസംബർ മാസം 2017 ഡിസംബറിൽ ബലമായിട്ട് കാന വെട്ടി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് JCB കൊണ്ടുവന്ന് ചെയ്യുകയും ചെയ്തു. അന്ന് അവർ കാണിച്ചു തന്ന അലൈൻമെന്റിൽ കൂടിയാണ് വെട്ടിയെന്നുള്ളത് കൂടി പ്രത്യേകം പറയാൻ തോന്നുന്നു. അവരനുവദിച്ച് ചെയ്തുകൊള്ളാൻ പറഞ്ഞിട്ട് അനുവദിച്ച് ചെയ്തതാണ്. അതിന്റെ അടുത്ത ദിവസം തന്നെ മുൻസിഫ് കോടതി മാറ്റുകയും ഇതിൻ്റെ അകത്ത് നേരിട്ട് യാതൊരു രീതിയിലും ഇടപെടാത്ത 2 ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ബാക്കി 2 പേരെയും ചേർത്തും സർക്കാരിന് സ്റ്റേറ്റിന് ഒരു റെസ്പോണ്ടന്റ് ആക്കുകയും അതുപോലെ തന്നെ എന്നാൽ മുനിസിപ്പാലിറ്റി അതിൻ്റെ റെസ്പോണ്ടന്റ് ആയിരുന്നു ഇപ്പം ആ രീതിയിലൊരു കേസ് ഫയൽ ചെയ്തു.
കേസ് ഫയൽ ചെയ്ത് അതിന്റെ പ്രൊസീജിയർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കമ്മീഷൻ വരിക, കമ്മീഷനെ മറ്റേ ഈ പറഞ്ഞ KM ജോസഫ് എന്ന് പറയുന്ന വാദി വയ്ക്കുക. KM ജോസഫ് കൊണ്ടുവന്ന ഈ പറഞ്ഞ കമ്മീഷൻ പ്രതികളെ യാതൊരു കാരണവശാലും അറിയിക്കാതെയും നാട്ടുകാരോട് സംസാരിക്കുകയും ഏകപക്ഷീയമായ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിന്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കമ്മീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ കേസ് അതിന്റെ രീതി നടക്കുന്നു. പ്രശ്നം അതല്ല, ഒരു സ്വകാര്യ വ്യക്തി സ്വാഭാവികമായ ഒരു നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഗുരുതരമായ ലംഘനമാണ് നടന്നിട്ടുള്ളത്. ഇതിനെതിരെ ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. അതായത് മുനിസിപ്പാലിറ്റി പരാതി കൊടുക്കുന്നു, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുക്കുന്നു, AEക്ക് പരാതിയുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഇതിന്റെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഞങ്ങൾ റെപ്രസെന്റ് ചെയ്തതാണ്. അവിടെ എല്ലാം ഇത് പരിഹരിക്കാം എന്ന് പറയുകയും കേസുള്ളത് കൊണ്ട് അതിന്റെ വിധി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനാണ് ഓരോരുത്തരും പറഞ്ഞത്. അതിന്റെ തൽഫലമായിട്ട് ഈ കക്ഷികളാരും നല്ല രീതിയിൽ അതിനകത്ത് ഇടപെട്ടില്ല എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്ന രീതിയിൽ അത് സ്വാഭാവികമായിട്ടും പരിണമിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ മുമ്പോട്ട് പോയതുകൊണ്ട് 2017 തുടങ്ങിയ കേസ് 2025 എങ്ങനെത്തിയില്ല. ഇതുകൊണ്ട് അനുഭവിക്കുന്നവരാണെന്നറിയാം. ആ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിയുകയാണ്. പറയുന്നത് എന്താ? കോൺട്രാക്ടറുടെ അഴിമതിയാണ്. കോൺട്രാക്ടറുടെ അഴിമതി അല്ല പ്രശ്നം, ഉണ്ടാകാം. പക്ഷെ അത് മാത്രമല്ല, വെള്ളം കെട്ടി നിന്നാൽ അടിയിലെ സബ്സർഫസ് സോയിൽ ലൂസ് ആവുന്ന സാധാരണ ബോധുകളെല്ലാം. എന്തുകൊണ്ടാണ് മാരുതി രാമപുരം കവല മുതൽ മംഗൽതാഴം വരെ മാത്രം വെള്ളം ഒഴുകുന്നത്? അതിനിടയ്ക്ക് ഒരു 5 കൾവേർട്ടുണ്ട്. ഈ കൾവേർട്ടൊന്നും നല്ലപോലെ ഡ്രെയിനേജ് പോകുന്നില്ല. അതെല്ലാം തടസ്സപ്പെടുത്തി ഓരോ കാരണങ്ങളും. നമ്മളുടെ അവിടെ KM ജോസഫാണ് അതിന് കാരണമെങ്കിൽ മറ്റ് പല കാരണങ്ങളുണ്ട്. ഡ്രെയിനേജ് ശരിയാകാതെ അവിടെ എന്ത് ചെയ്തിട്ട് കാര്യം? ബേസ്മെന്റ് നല്ല രീതിയിൽ അത് ലൂസായിട്ടുണ്ട്. അവിടെ വീണ്ടും അത് റെഡിയാകാതെ എത്ര ലക്ഷം രൂപ ആണെങ്കിൽ ഏത് ടാറിങ് നടത്തിയാലും വീണ്ടും ഇതേ അനുഭവം ഉണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് ആൾക്കാർ സഞ്ചരിക്കുന്ന ഈ പറയുന്ന പാലാ കൂത്താട്ടോളം റോഡിന്റെ ഭാഗമാണ്. അത് ഞങ്ങൾക്ക് മാരുതി ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷൻ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ്. ഞങ്ങളുടെ മുകളിൽ നിന്ന് വരുന്ന അർജുനൻ മല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നു. അർജുന മലയിൽ നിന്നുണ്ടാകുന്ന വെള്ളം പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഓവാണ് ഇപ്പോൾ അടച്ചത്. എനിക്കിപ്പോൾ 63 വയസ്സായി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതിന്റെ വരമ്പിൽ കൂടിയാണ് ഹൈസ്കൂളിലേക്ക് പോകുന്നത്. അത്രയും നല്ല വീതിയും അതിന് നടന്നു പോകാൻ സൗകര്യവും. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ സഹപാഠികളായിരുന്നവർ ഇവരടക്കമുള്ള എല്ലാവരും നടന്നു. ഈ പറയുന്ന KM ജോസഫിന്റെ പറയുന്ന ആളും അതിനോട് പോയിട്ടുണ്ട്. അവരുടെ വരമ്പിൽ നിന്നുകൊണ്ട് അതിന്റെ പാടത്തു കൊണ്ടിരുന്ന നെല്ലൊക്കെ കൊയ്ത് അതിലെ കൊണ്ടുവന്നാണ് അവരുടെ വീട്ടിലെത്തിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, അർജുനമലയ്ക്ക് അപ്പുറത്ത് പന്നപ്പുറം എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അവിടെ നിന്ന് വരുന്ന ടൗണിലേക്ക് വരുന്ന ആൾക്കാർ ഇതുപോലെ സൗകര്യം ഇല്ലാത്ത സമയത്ത് ഏറ്റവും എടുപ്പ് ഉപയോഗിപ്പിക്കൊണ്ടിരുന്ന വഴിയാണ്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. അപ്പൊ ഈ നേരെ പോയിക്കൊണ്ടിരുന്ന ജലം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, സഹോദരിയുടെ സ്ഥലത്ത് പാർട്ടീഷൻ കൊടുത്തപ്പോൾ ഇവർക്കൊരു പ്ലോട്ട് കിട്ടുന്നു. അതൊരു ട്രയാങ്കിൾ മോഡൽ പ്ലോട്ടാണ്. അപ്പൊ അതിന്റെ നടുക്കൂടെ പോകുന്ന ഈ വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ജലപാത ഒഴിവാക്കിയാൽ കൂടുതൽ സൗകര്യമാകും എന്നുള്ള ഒരു സ്വാർത്ഥ താല്പര്യത്തിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് അത് മണ്ണിട്ട് മൂടി പകരം യാതൊരു സംവിധാനവും ചെയ്യാതെ പൊതുജനങ്ങളെ മുഴുവൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ ദുരിതത്തിലാക്കുന്ന ഏറ്റവും നീചമായ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമായ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരാള് ആണ് ഇതിന്റെ ഒരു ചുക്കാൻ പിടിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നത് തന്നെ ലജ്ജാകരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ സമൂഹത്തിൽ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കാനും പ്രവർത്തിക്കാനും സാധിക്കുക എന്നുള്ള ചോദ്യചിഹ്നം കൂടി നിങ്ങൾ ഉയർത്തുക. ഇവരാണ് നമ്മുടെ നാട് നന്നാക്കാൻ പോകുന്നത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ എന്താ പറയുക, വലിയ വലിയ വായിൽ വർത്താനം പറയാമെന്ന് പറയുന്ന രീതിയിൽ പറയുകയും, എന്നിട്ട് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ബൈക്ക് അപകടം ഉണ്ടായപ്പോൾ അത് ചിത്രീകരിച്ച് റോഡിന്റെ ശോചനീയാവസ്ഥ പറയുന്ന ദുസ്ഥിതിയുണ്ട്. എനിക്ക് തോന്നുന്നത് വാർത്തകൾ കുറവായതുകൊണ്ട് അങ്ങനെ ആക്കണമാണോ എന്ന് തോന്നുന്നു. ഇങ്ങനെ ദിവസം അവിടെ ഏരിയ വെച്ച് നമ്മൾ ട്രാഫിക് പിടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ റോഡ് മോശമാണെങ്കിലും നിരന്തരം ഇതുപോലുള്ള സംഭവം ഉണ്ടാവും. വാർത്തകൾക്ക് പഞ്ഞില്ല. അങ്ങനെയും ഞങ്ങൾ വിചാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പൊ അത്രയും മോശമായ ഒരു സമീപനം. ഇതിനൂടെ കൂടിച്ചേർക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. തൊട്ടു പുറകിലുള്ള വീട്ടിലെ ഒരു ശശിധരൻ എന്ന് പറയുന്ന ആൾ, നമ്മളുടെ അംഗം, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു മാവിന്റെ കൊമ്പ് ഇവരുടെ വീട്ടിലേക്ക് കയറി നിൽക്കുകയും അതുപോലെ അവരുടെ വണ്ടി ഇറങ്ങാൻ പ്രശ്നം ഉണ്ടാവുകയും കുടിവെള്ളത്തിലേക്ക് അവരുടെ കിണറിലേക്ക് അതിന്റെ ഇരകൾ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ശിഖരം മുറിക്കാൻ വന്നു. 2 വർഷം കഴിഞ്ഞിട്ടാണ് അവസാനം യാതൊരു നിവൃത്തിയില്ലാതെ കഴിഞ്ഞ 2024 മെയ് മാസത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മുറിക്കേണ്ട സ്ഥിതി. അത്രയും നല്ല ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ. ഞങ്ങൾക്ക് ജോസഫിനെ കുറിച്ച് പോലും അത്ര വരാതില്ല. ഇദ്ദേഹത്തിന്റെ പിതാവിനെ ഇദ്ദേഹമാണ് നിയന്ത്രിക്കുന്നതാണ്. ബോബൻ ചേട്ടൻ ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളും നല്ല രീതിയിൽ സൗഹൃദമായിട്ടും പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇവരുമായിട്ടൊന്നും ഇപ്പോഴും ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. ഈ പ്രശ്നം പരിഹരിച്ചാൽ മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു സമീപനത്തിന് അതിന്റെ ഇരകളാണ് ഞങ്ങളും നിങ്ങളടക്കം. നിങ്ങൾക്ക് അതിലൂടെ ഒന്ന് പെട്ടെന്ന് മംഗലത്താവിന് പോകണമെങ്കിൽ പോകാൻ പറ്റും. നിങ്ങൾ പോകുന്നത് നിങ്ങളെല്ലാവരും പോകണ്ടേ? ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. ഇതൊരു സ്വകാര്യ പ്രശ്നമായിട്ട് കാണരുത്. ഇതൊരു പൊതു പ്രശ്നമാണ്. ഇങ്ങനെയുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ വന്യജീവി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര് അതിന് ഷൂട്ട് കഴിക്കുന്നൊക്കെ പറയില്ലേ? ഇത്രയും പറയുന്നില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇവരെയൊക്കെ നിരന്തരമായിട്ട് KD ലിസ്റ്റ് നമ്മളുടെ പോലീസ് സ്റ്റേഷനിലുള്ളതുപോലെ ഓരോ പഞ്ചായത്തിലും ഇതുപോലുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റിലുള്ളവരെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു. ആ രീതിയിലാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് പറയാനാണ് നിങ്ങൾ വിളിച്ചത്. ഈ വ്യാജ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് 24 വന്നപ്പോൾ അതിന്റെ MD ഞാൻ വിളിക്കണ സാഹചര്യം ഉണ്ടായി. പണ്ട് നമ്മൾ പരിചയമുള്ളതാണ് അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ പ്രതികരിച്ചിട്ട് പറഞ്ഞു, പ്രാദേശിക ലേഖകന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് മനസ്സിലാക്കുന്നു, ഞാൻ എൻ്റെ ഒരു റിപ്പോർട്ടർ അങ്ങോട്ട് അയക്കാം. അതിന്റെ പേരിൽ അദ്ദേഹം അവിടുന്ന് റിപ്പോർട്ടർ അയച്ചു. ഇപ്പൊ മെഡിക്കൽ കോളേജ് ഇഷ്യൂ ഒക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം റിപ്പോർട്ടോട് വരികയും ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് അതിന്റെ റിപ്പോർട്ട് അതിന്റെ MDക്ക് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മള് മാധ്യമം, സോഷ്യൽ മീഡിയ, പത്രം, ഇതൊക്കെ നല്ല രീതിയിൽ വേണം, നല്ല സമൂഹം നന്നാവുള്ളൂ. പക്ഷെ അത് വെച്ചിട്ട് സമൂഹത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാരെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു ശരിയായ നടപടിയല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ പേഴ്സണലായിട്ട് ഈ വിഷയത്തിന് ഇതിന്റെ പ്രസിഡന്റിന് ലെറ്റർ അയച്ചു, ജേർണലിസ്റ്റ് യൂണിയന്റെ. അത് പ്രാദേശികമായിട്ടുള്ള കത്തുകളും ബാക്കി കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് ഇവിടെ നിന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പുറകെ മുകളിലേക്ക് പോകും. സംസ്ഥാന ലെവലിലാണെങ്കിലും നമുക്ക് പ്രാദേശിക മാധ്യമ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഈ ഇഷ്യൂ നമ്മൾ വിടില്ല. നമുക്ക് മെയിനായിട്ട് നമ്മുടെ ഓട ശരിയാക്കി കിടണം. പിന്നെ മഴവെള്ളം താഴോട്ടുള്ളത് നമുക്ക് കോരി കളയാൻ പറ്റും. നിങ്ങളുടെ വീടിന്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം താഴോട്ടല്ലേ ഒഴുകുള്ളൂ. അപ്പൊ അതിനെന്ത് പരിഹാരം ചെയ്യാൻ പറ്റും? അതിന് എന്താ പരിഹാരം ചെയ്ത് ഉള്ള ഓട മൂടി, അതിനൊക്കെ തെളിവുണ്ട്. ഉള്ള ഓട മൂടി മണ്ണിട്ട് മൂടിയിട്ട് 2 ദിവസം നല്ല മഴ പെയ്യുമ്പോൾ കെട്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ഒരു കള്ള ന്യൂസ് കൊടുക്കുക, അപകീർത്തിപ്പെടുത്തുക. ഞാൻ നിയമപരമായി നീങ്ങുന്നുണ്ട്. ഇത് എന്റെ കേസ് മാത്രമല്ല, കാക്കൂരുള്ള അതൊരു സുരേഷാന്ന് തോന്നുന്നു, ഒരു പേപ്പറിൽ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പേര് മാറ്റിക്കൊടുത്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങിയവന്റെ പേരിൽ കള്ള കേസ് ഉണ്ടാക്കി. അതും ഒരു വിഷയമാണ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കൂത്താട്ടം പ്രസ് ക്ലബ് എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായി വ്യക്തികൾ വർക്ക് ചെയ്തതും ഇപ്പൊ നിങ്ങളെപ്പോലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടം. അതിനൊരു ചീത്തപ്പേര് ഉണ്ടാക്കരുത് എന്നാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. പിന്നെ ആർക്കെങ്കിലും പറയണ്ടോ? മുകളിൽ നിന്ന് വരുന്ന ജലം ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യമേ ഈ കാന മണ്ണിട്ട് മൂടുകയും അദ്ദേഹത്തിന്റെ പറമ്പിൽ മാത്രം മരങ്ങൾ ഉണങ്ങുന്ന ഒരു പ്രതിഭാസം അവിടെ കാണുന്നുണ്ട്. അത് ചില മരങ്ങൾ മാത്രമേ ഉള്ളൂ പാവ് പോലെ ഒഴിവാക്കേണ്ടത്. അതെന്താണെന്ന് ആദ്യം നിങ്ങൾ തന്നെ ഒന്നൊന്ന് അന്വേഷിക്കണം. അതുപോലെ റോഡിന്റെ സൈഡിൽ പരിസ്ഥിതി പ്രവർത്തകർ വെച്ചിരിക്കുന്ന മരങ്ങളും അവരുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അതും ഉണങ്ങുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഈ വെയിറ്റ് ഷെഡിന് മുമ്പിൽ ഒരു മാവ് വെച്ചിരുന്നു. ആ മാവ് അദ്ദേഹം തന്നെ ഉണക്കി. അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ വ്യൂ പോകുമെന്ന് പറഞ്ഞ് ആണ് അദ്ദേഹം അത് ചെയ്തത്. അതുപോലെ ഇതുപോലെയുള്ള എല്ലാ കള്ളത്തരങ്ങളുടെ ഒരു വിളംബരമാണ് പുള്ളിയത്. ഒന്നാമത്തെ പുള്ളി നേരെ നോക്കി സംസാരിക്കില്ല, അവിടെയുള്ള ആരോഗ്യം നേരെ ആരും പുള്ളിയോട് സംസാരിക്കുന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ വിവാഹം മുടക്കുന്നത് ഞങ്ങൾ നാട്ടുകാരാണെന്നാണ് പറയുന്നത്.
ഈ ജാതി പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എവിടെ നിന്ന് പെണ്ണ് കിട്ടാൻ? ഇതൊക്കെ പറയേണ്ടത് പറയണ്ടേ? ഇതും ഒരാരോപണമാണ്. ഞങ്ങൾ അവിടെ ഉള്ളവരെല്ലാവരും കൂടിയാണ് ഇത് നശിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ സ്വഭാവമാണ് അവിടെ. ഇതിനൊരു സമവായത്തിന് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്തിനെങ്കിലും ഒരു ശ്രമം ഉണ്ടായിരുന്നു? സമവായം ഇല്ല. ആകെ ഉണ്ടായിരുന്നത് ആദ്യം ഈ ഷാജു ജേക്കബിന്റെയൊക്കെ നേതൃത്വത്തിൽ വന്ന ഒരു സമവായം അവരകത്തോടെ കൈപ്പിട്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം അവർ തന്നെ ഇത് ചരട് കെട്ടി തന്നാണ്. ഈ മത്തായി ചരടിന് അല്ല, ജോസഫ് എന്ന് പറയുന്ന വ്യക്തി തന്നെ ചരട് കെട്ടിയാണ് അതിനകത്തോടെ അവർ രണ്ടടി പൈപ്പ് ഇട്ടോളാം എന്ന് പറഞ്ഞാണ് ഇത് വെട്ടിയത്. അത് കഴിഞ്ഞാണ് പിറ്റേ ദിവസം അവർ കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ 4 പേര്. ഇപ്പം ആരെങ്കിലും കോംപ്രമൈസിന് വന്നു കഴിഞ്ഞാൽ അവർ പറയും കോടതിയിൽ കേസാണ്. കോടതിയിൽ കേസാണ്. ഇതാണ് രീതിയിലാണ് എല്ലാവരും പ്രതിപക്ഷവും ഭരണപക്ഷവും ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങൾ നാട്ടുകാരാണ്. രാജിവെക്കലിന്റെ കാലത്താണ് ഇവിടെയൊക്കെ ഈ ഓടപ്രശ്നം ആദ്യം ഉണ്ടായത്. രാജിവെക്കുമ്പോൾ ഇടവത്താണ് ഈ ഓടൊക്കെ അതിന്റെ പറമ്പിൽ തന്നെ തിരിച്ചു വിടുന്നതിന് ഒരു ചാലുണ്ട്. അത് കപ്പയൊക്കെ പറിച്ചു കളഞ്ഞതും അവന്റെ ഭാര്യയും മോഹന്റെ ഭാര്യയും ഓവനും കൂടെ വന്നാണ് കപ്പയൊക്കെ പറിച്ചു വന്നു. അവിടെ ഇന്ന വഴിക്ക് വെട്ട് എന്ന് പറഞ്ഞൊക്കെ ഓട വെട്ടുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവനും കൂടെ നിന്ന് ഓട വെട്ടിയിട്ട് പോയതാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ തന്നെ ഇതൊക്കെ പറയുന്ന പോലെയൊക്കെ 3-4 പിള്ളേരൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ മുനിസിപ്പാലിറ്റി കോടതി നിന്ന് കേസ് വരികയും അവരുടെ പേരിലേക്ക് അന്ന് പോലെ ഇന്ന് വരെയൊക്കെ കേസ് വന്നിരിക്കും. ഓരോ വർഷമൊക്കെ 89,000 രൂപ നമ്മൾക്ക് റെസിഡൻസി ബിൽസ് ഉണ്ടാക്കുന്ന പൈസയാണ് ഇതിലേക്ക് കൊണ്ട് മുടക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ അടുത്ത് ഇപ്പൊ ഉടനെ കൊടുക്കേണ്ട പട്ടിക കൊടുക്കേണ്ട സമയമായി പൈസ. ഇപ്പൊ നമ്മളിപ്പോ ഈ വീട് നമ്മൾ കൊടുക്കണം. എല്ലാ വർഷവും നമ്മൾക്ക് 2000 വില. അത് ഞാൻ റെസിഡൻസ് പ്രസിഡന്റ് ആയിട്ടുള്ള സമയത്താണ് ഈ ഓരോരുത്തർക്ക് നടന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ സമയത്ത് നടന്നുകൊണ്ടാണ് കപ്പ പറിച്ചതൊക്കെ എനിക്ക് വ്യത്യാസം അറിയാൻ പറ്റും. അതൊക്കെ തന്നെ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാരൊക്കെ പറഞ്ഞു വഞ്ചിച്ച് നമ്മളൊക്കെ അതൊക്കെ കുറുക്കുകയാണ് ചെയ്തത്. അവന്റെ കാര്യം കണ്ടെത്തി. അപ്പൊ ഞങ്ങളൊന്ന് പറഞ്ഞായിരുന്നു അതിലേക്ക് ഒരു റോയൽ ചെയ്തമാരൊക്കെ ഒരു വലിയ പൈപ്പിട്ട് ഈ വെള്ളം മാറ്റി വന്ന് ലെവൽ ചെയ്തു. നമുക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞാൽ. പക്ഷെ എങ്കിൽ തന്നെ ഈ ഭവന്റെ പയ്യൻ അതിനൊന്നും സമ്മതിക്കില്ല. അവൻ ഇതിലെ വെള്ളം വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെള്ളം ഓറ വെച്ച് അവന്റെ പറഞ്ഞ അനുസരിച്ചൊക്കെ ഓറ വെച്ച് വെള്ളം മാറ്റതാണ്. അപ്പൊ 2 വർഷത്തേക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ആ പറമ്പിലൊക്കെ അവനും ഓറ ധരിക്കുകയാണ്, നമ്മളെ കൊണ്ടും ഓറ ധരിപ്പിക്കുകയാണ്. അപ്പൊ ആ ഓറ വീണ്ടും തന്നു, കലിന്റെ വീണ്ടും മൂടി. ഇപ്പൊ 2-3 പ്രാവശ്യം നമ്മളൊക്കെ ഓറ വീണ്ടും അതിന്റെ അടിയിൽ കൂടെ വെള്ളം പോകാൻ വേണ്ടിയിട്ടൊക്കെ മഴയെല്ലാം ചോർത്തി കളഞ്ഞ ഈ കുട്ടായിയൊക്കെ ആയിരുന്നു അതിനകത്തൊക്കെ മുന്നിൽ നിന്നും ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുന്ന സമയത്തേക്ക് റോഡിലെ വെള്ളക്കെട്ടും എല്ലാം മാറും, റോഡ് ക്ലീനായി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ കലിങ്ങിനടിക്കുന്ന മണ്ണ് വന്നറിഞ്ഞ് വെള്ളം മൂടി കയറും. കുറെ സ്കൂട്ടറുകളെല്ലാം ഉന്തിയാടി വണ്ടികളൊക്കെ ഈ കഴിഞ്ഞ 2 മാസം 1 മാസം കൊണ്ടൊക്കെ 4-5 അപകടമായി. ഈ കഴിഞ്ഞ വർഷത്തിലാണെങ്കിൽ 3 വണ്ടി ഒന്നിച്ച് മുട്ടയിടിയാണ്. ആ വർഷാപ്പിൽ കിടന്ന വണ്ടികളൊക്കെ മോളിൽ ചെന്ന് ഇടിച്ചു കയറി അതിന് കേസായി. ഇതിനെല്ലാം കാരണം ഈ റോഡ് പൊടിഞ്ഞ് കിടക്കലാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അതിനൊക്കെ ശാശ്വതമായ ഒരു കാര്യം കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞാൽ ഉണ്ടാക്കി തന്നിട്ട് ആ പ്രദേശത്തിനൊക്കെ ഇത് നേട്ടമായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ കൂടെ ഒരു കാര്യമുണ്ട്. നമ്മുടെ കമ്മീഷൻ വന്ന കമ്മീഷന്റെ ഒരു നിഗമനമാണ് അതിൽ ഏറ്റവും വ്യത്യാസം. അവിടെ ഒരു വേരിയേഷൻ ഉള്ളത് നമുക്കറിയാം. കമ്മീഷൻ വന്ന സമയത്ത് കുറെ നേരം നിന്നിട്ട് ഒരൊറ്റയാൾ പിടിച്ചു മാറ്റി. അതായത് ഇവരുടെ ലാൻഡ് പ്രോപ്പർട്ടി ഫ്രണ്ടേജ് അതിന് തടസ്സമാണ് ഈ വേരിയേഷൻ. വേരിയേഷൻ കാലാകാലങ്ങളായിട്ടുള്ളതാണ്. ആ വേരിയേഷൻ അടക്കം പൊളിച്ചു കളയുന്നതിനുള്ള ഒരു നിർദ്ദേശമാണ് കമ്മീഷൻ റിപ്പോർട്ടായിട്ട് കൊടുക്കുന്നത്. കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലുള്ള കമ്മീഷനാണ് വരുന്നത് ഈ പറഞ്ഞ കോടതിയിൽ കിടക്കുന്നത്. മറ്റൊന്ന് ഈ പറയുന്ന 4 പ്രതികളായിട്ട് കാണിച്ചിരിക്കുന്ന ആൾക്ക് ഇത് മറ്റേ ഈ വാദിയായിട്ട് പേഴ്സണലായിട്ട് എത്ര പേരുണ്ട്? അഡ്ജസ്റ്റന്റ് റെസിഡൻസ് അഡ്ജസ്റ്റന്റ് അല്ല, ഇവരാരും റോഡിന്റെ അപ്പുറം ഇപ്പുറം താമസിക്കുന്നത്. ഇവരെങ്ങനെയാണ് അഡ്ജസ്റ്റന്റ് ആകുന്നത്? എന്താണ് ഇവർ തമ്മിലുള്ള റൈവലറിക്ക് കാരണം എന്നുള്ള ആരുടെയും പറയുന്നില്ല. 4 പേരുടെ പേരിൽ കേസ് കൊടുക്കുന്നു.
ഇതിനകത്ത് വെട്ടിയ ആൾക്കാരെ യാതൊരു കാരണവശാലും ചിത്രത്തിലില്ലതാണ്. ആ യഥാർത്ഥ ഇതിനകത്ത് ഇടപെട്ട ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്താൽ നിലനിൽക്കില്ല എന്നുള്ളതുകൊണ്ടാകാം 4 പേരെ യാതൊരു ബന്ധവുമില്ലാത്ത 4 പേര് ഒരു കേസുണ്ടാക്കി കുരുക്കി ഇടുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് രണ്ടുപേരും സ്ഥലത്ത് പോലും ഇല്ല. രണ്ടുപേർക്ക് അവർ ടൂർ പോയി ഇത് സംഭവം അറിഞ്ഞോണ്ടൊക്കെ ഞങ്ങൾ തന്നാൽ ഞങ്ങളതിന്റെ കേസ് ഉണ്ടാകുന്ന പറയാം. അവര് രണ്ടുപേരും ആ ഫാമിലി ഉൾപ്പെടെ കേസ് അതെ ടൂർ പോയിരിക്കുകയാണ്. അവരുടെ പേരിൽ കേസുണ്ട്. ഇങ്ങനെ ഒരു ഫ്ലിംസി കേസിലാണ് ഇത്രയും നാളിൽ താമസിച്ചത്. ഇതിൽ ഇടപെട്ട് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ വളരെ അടുത്ത അമർഷം ഉണ്ടാകാൻ സ്വന്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ അവരുടെ അനിവാര്യ ചുമതലയാണ് ഈ പറയുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുക ഒരു പ്രദേശത്തുണ്ടായത്. അവിടുത്തെ റോഡിന്റെ സംരക്ഷണം ഇവരുടെ ഉത്തരവാദിത്തമാണ്. PWD ആണെന്ന് പറഞ്ഞവർക്ക് ഒഴിവാൻ പറ്റില്ല. അപ്പൊ ഇതിന് ആര് തടസ്സം ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു നോട്ടീസ് പോലും ഇവർ കൊടുത്തു. അവരെ ഒന്ന് വിളിച്ച് സംസാരിച്ചത് ഒഴിവാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. പിന്നെ എന്തിനാണ് നമുക്കൊരു പ്രാദേശിക ഭരണകൂടം? അതുകൂടി പറയാം. പേടി എന്നുള്ള വാക്ക് എന്തിനാണ് ഈ മാധ്യമ പ്രവർത്തകരെ ഇങ്ങനെ വല്ലാതെ ആൾക്കാർ ഭയപ്പെടുന്നത്? നിങ്ങളും ശരിക്കും നമ്മളെ വേറെ ഏത് തൊഴിൽ ചെയ്യുന്ന പോലെയും ചെയ്യുന്ന ആൾക്കാർ പ്രതിഫലത്തിനാണ് നിങ്ങളും ജോലി ചെയ്യുന്നത്. സത്യസന്ധമായി ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ ഒരു പ്രിവിലേജ് നിങ്ങൾക്ക് സമൂഹത്തിലുണ്ട്. ആ പ്രിവിലേജ് ഉപയോഗപ്പെടുത്തരുത് എന്നാണ്. ഈ നഗരസഭ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് സംബന്ധിച്ച് നമ്മൾ കോടതിയിൽ എന്തെങ്കിലും കോടതിയിൽ വാദം ഒരു നടന്നുകൊണ്ടിരിക്കും. പൊതു സ്ഥാപനം ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ലെങ്കിൽ ആ പ്രദേശ ജനത്തിന് നിയമപരമായ വഴിയുണ്ട്. നിയമപരമായ വഴി എന്ന് പറയുന്നത് നമ്മുടെ തുടങ്ങുന്ന വാർഡ് സഭയല്ല. 13ാം വാർഡ് സഭ ഏകകണ്ഠമായിട്ട് ഈ ഇതിന് പരിഹാരം ഉണ്ടാകണമെന്ന് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടു. മിനിറ്റ്സ് അവിടെ ഉണ്ട്. ആ ഇത് പറയുമ്പോൾ നമ്മുടെ 13ാം വാർഡിലെ പാസ്സാക്കിയിട്ടുള്ളതല്ലേ ജനപ്രതിനിധിയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഈ എതിർപ്പുകൾക്കെതിരെ അവരുടെ സ്ഥലത്തിറങ്ങി കോടതിയിലേക്കാൻ ശ്രമിച്ചതാണ്. അപ്പൊ അയാളെ നമുക്ക് അഭിനയിക്കുക കൂടി ചെയ്യുന്നു. തങ്കച്ചനെ വേറെ ആരും കണ്ടില്ല. ഞാൻ ചോദിക്കുന്നു. വാർഡ് സഭയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ട് വാർഡ് സഭ വൈകുന്നേരം ഒരു തീരുമാനം നടപ്പാക്കാത്ത നഗരസഭ കേസിന് പോകാൻ അപ്പൊ ഇങ്ങനെ ഒരു കേസ് നിലവിലുള്ള സ്ഥിതി എന്തുകൊണ്ട് അത് നിയമപരമായി ഓൾറെഡി മുനിസിപ്പാലിറ്റിയും മണ്ണത്തൂര് തിരുമാറാടി പഞ്ചായത്തിനെതിരെ ഇതുപോലുള്ള ഒരു പരിസ്ഥിതി പ്രശ്നമാണ് അവിടെ ഉള്ളത്. പക്ഷെ ആളുകളാണ് കോടതിയിലേക്ക് പോയത്. പഞ്ചായത്തിനെതിരെയാണ് ആ വിധി വന്നത്. പക്ഷെ ആളുകൾ ഓംബുഡ്സ്മാനല്ലേ കഴിഞ്ഞ് കോടതി ഹൈക്കോടതി കേസ് ഹൈക്കോടതി വിധിയുണ്ട്. അപ്പോ നമ്മുടെ ചോദ്യം ഇതേ ഉള്ളൂ. നമ്മളൊരു റെസിഡൻസ് അസോസിയേഷൻ ആണെന്ന് കണ്ട് പറയുകയും വ്യക്തി പൊതു കാര്യങ്ങളിൽ മാറി നിൽക്കുന്നുണ്ട് പറയുവാണ്. അങ്ങനെ ആളുകളുടെ ജനദ്രോഹപരമായ അല്ലെങ്കിൽ പൊതു പ്രവർത്തനങ്ങൾ വിദ്യയുള്ള കാര്യത്തിന് നഗരസഭ അനങ്ങുന്നില്ലെങ്കിൽ അതിന്റെ നിയമപരമായി പോയ കാലതാമസങ്ങൾ ഇപ്പൊ തന്നെ ഒരു കേസ് 8 വർഷമായി. അതിന്റെ പൈസ അടക്കാൻ തന്നെ നമ്മളെ പിരിവെടുത്താണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അതല്ല സുരേഷ്, വേറെ ഒരു കേസ് ആ കേസില് മുനിസിപ്പാലിറ്റിയുടെ പ്രതിയാണ്. നിങ്ങള് നഗരസഭയ്ക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. വാർഡ് സഭയിൽ ഒരു കാര്യം ഉണ്ടായിട്ട് നടപ്പാക്കിയിട്ടില്ല എങ്കിൽ ആ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് അത് തെറ്റാണ്. അത് കോടതിയിൽ കാണിക്കണം. ജനപ്രാതിനിധ്യം അനുസരിച്ച് നിയമം അനുസരിച്ച് അത് തെറ്റാണ്. അതാണ് നമ്മൾ കൊണ്ടുവരുന്നത്. തിരുമാറാടിക്കൊക്കെ സംഭവിച്ചു, ഇന്നിപ്പോ കൊല്ലത്ത് സംഭവിച്ചു. ഇതേപോലെ തന്നെയാണ് ഹൈക്കോടതി ഇടപെടുന്ന അതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കുള്ള ഒരു ലീഗൽ കൺസൾട്ടൻസി ലീഗൽ സർവീസ് സൊസൈറ്റിയിലൊക്കെ കൊടുത്തിട്ട് അത്തരത്തിലേക്കുള്ള ഒരു നീക്കം കൂടി നടത്തണം. കാരണം കോടതി ഇതിനകത്ത് താമസം ഉണ്ടാകുന്നുള്ളതല്ല. മണ്ഡലമലയിലെ പ്രശ്നത്തില് എനിക്ക് തോന്നുന്നു 128ാമത്തെ ദിവസം വിധിയുണ്ടായി. ഒരു മോബാണ് വരുന്നത്, ഒരു വ്യക്തിയല്ല വരുന്നത്. അത്തരത്തിലേക്ക് കോടതിപരമായിട്ട് ഇതിനകത്ത് എന്തൊക്കെ നടപടികൾ ഉണ്ടായെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരം നിങ്ങളിതിനെ തന്നിട്ടില്ലാന്ന് ഞാൻ പറയുകയും നല്ലൊരു അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതായിരുന്നു. അത് നമ്മുടെ ഭാഗത്ത് ഒരു ദൗത്യമാണ്. നഗരസഭ രാഷ്ട്രീയപരമായിട്ട് UDF ഭരണസമിതി എന്ന് പറയുന്നത് ഭരണസമിതിയാണെങ്കിൽ മൊത്തം എല്ലാവരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എങ്കിൽ അത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഏറ്റവും അല്ല, കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറയേണ്ടത് വിചാരിച്ച കാര്യം. കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ വട്ടം കൂടി നിൽക്കുക 10-15 പേരുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതല്ല ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാരാ, കൗൺസിലർമാർ ഉൾപ്പെടെ.
പേരൊന്നും ഞാൻ പറയുന്നില്ല. അവിടെയുള്ള നാട്ടുകാർക്ക് അറിയാം ആരൊക്കെ അവിടെ വന്ന് എന്തൊക്കെ പ്രതികരിച്ചു, എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ബൈക്ക് കൊടുത്തതെന്നുള്ളതൊക്കെ നാട്ടുകാർക്ക് അറിയാം. അതുപോലെ തന്നെ ഈ വ്യക്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നൊന്നുമല്ല. പണ്ട് കൊറോണ വന്ന സമയത്ത് ഈ എൽദോസിനെ ചാടകയറ്റി ഒരു നോസ് കൊടുത്തു, കണ്ടെയ്ൻമെന്റ് സോണില്. അതിനൊരു കേസ് വന്നു, പിന്നെ ഇവര് കോംപ്രമൈസ് ആയിപ്പോയി. അതേപോലെ തന്നെ ഒരു പൊട്ടിയ ബൾബ് അവിടെ ഇരുന്നതിന് ഒരു വീഡിയോ പിടിച്ചിട്ട് ഞങ്ങളുടെ ലോക്കലായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇട്ട് ഒളിക്യാമറ വെച്ചേക്കുക. അപ്പൊ ഇതൊക്കെ നമ്മളങ്ങ് എന്താ ദ്രോഹിക്കുക, എന്താ പറയാ, നമ്മൾ മിണ്ടാതിരിക്കാൻ തുടങ്ങിയിട്ട് 10-8 വർഷം. ഇനി അങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു വിഷയമൊന്നുമില്ല. നമ്മളിതിന് പ്രതികരിക്കും. ഇത് ഏതറ്റം വരെ വേണേലും പോകും. അല്ലെങ്കിൽ മര്യാദയ്ക്ക് മാധ്യമപ്രവർത്തനങ്ങൾ നടത്തി മര്യാദയ്ക്ക് പോവാം. വ്യക്തി താല്പര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കരുത്. നഗരസഭയുടെ പ്രതികരണമാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ പറയുന്ന കേസ് കിടക്കുന്നുണ്ട്, അത് അതിന്റെ വിധി വരട്ടെ. കേസ് കിടക്കുന്നു, അവരും കൂടെ പ്രതി ആ കേസില്. നഗരസഭ, ജില്ലാ കളക്ടർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഈ 3 പേരാണ് ആദ്യത്തെ 3 പ്രതികൾ. പിന്നെയാണ് ഇവര് 4 പേര് വന്നത്. ഈ 7 പേരും പ്രതികളായ കേസുണ്ടെങ്കിൽ തന്നെ ജനങ്ങൾക്ക് ഉപദ്രവം വരുന്നതിന്റെ വെള്ളക്കെട്ട് പോലുള്ള കാര്യങ്ങൾ ചെയ്തു വിടേണ്ട ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെല്ലാം അതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാരല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് തോന്നിയോ നിങ്ങളെല്ലാ സാമൂഹിക വിഷയത്തിലും ഇവിടെ കിടന്ന് വീഡിയോ എടുത്തിടുന്നുണ്ടല്ലോ? നിങ്ങൾ മാലിന്യ ജംഗ്ഷനിൽ വന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ഭാരവാഹികളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ചിട്ട് നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് കൊടുക്കാൻ തോന്നിയോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഭാഗത്തും തന്നെ അതിനകത്ത് മറുപടി മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അതൊരു വാർത്തയാകുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. വാർഡ് സഭ സ്പെഷ്യൽ വിളിക്കുകയും അതിന് നിയമമുണ്ട്, ജനപ്രാതിനിധ്യ നിയമമുണ്ട്, ജനകീയാസനത്തിൽ പോലും നിയമമുള്ളതാണ്. സ്പെഷ്യൽ വാർഡ് സഭ വിളിക്കണം. വാർഡ് സഭയിലും ആയിക്കോട്ടെ തീരുമാനം എടുക്കട്ടെ, ആ മെമ്പർ ഉൾപ്പെടെ വരട്ടെ, അത് കോടതിയുടെ മുമ്പാകെ ആ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മാധ്യമ ഇടപെട്ടിട്ട് കാര്യമുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ട ദൗത്യത്തിന്റെ നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ല. കേസിന് പുറകെ പോയി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫോർത്ത് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ നിയമത്തിന്റെ വഴിയാ പോണെങ്കിൽ ഇത് ബാക്കിയുള്ള വഴികളിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്തുകൊണ്ട് തിരുമാറാടിയിലെ പ്രശ്നത്തില് ഇവിടുത്തെ മാധ്യമങ്ങൾ ആ ജനത്തിന്റെ കൂടെ നിന്നും മാധ്യമ റിപ്പോർട്ടുകളാണ് കോടതി പരിഗണിച്ചത്. എല്ലാ മാധ്യമ റിപ്പോർട്ടുകളും. ഈ വിഷയത്തിലും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന രംഗം വരും. നിങ്ങളൊരു നിയമപരമായ രീതിയിലേക്ക് പോവാം. ഇപ്പൊ ഈ നഗരസഭ അങ്ങനെ പറയുകയാണെങ്കിൽ നഗരസഭ ഉദ്യോഗസ്ഥരെ, സെക്രട്ടറിയെ നിങ്ങൾ ഈ കാര്യം എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തിയില്ല? ജനപ്രതിനിധികൾ വേണ്ട, നഗരസഭാ സെക്രട്ടറിയുടെ ദൗത്യമാണത്. അവരതിനകത്ത് നിങ്ങൾക്ക് പരാതി, ലിബിൻ ചോദിച്ച പോലെ അവരെന്താ പറഞ്ഞ കേസുണ്ടെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു നിൽക്കാൻ പറ്റിയ സെക്രട്ടറിക്ക്. ഒരു പൊതുജനത്തിന് കൃത്യമായി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥരാണ് സെക്രട്ടറി. ആ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ ആ വാർഡിലുള്ള ആളുകൾക്ക് അധികാരമുണ്ട്. അതാണ് മനസ്സിലാക്കുന്നത്. അധികാരമുണ്ട്. അല്ലല്ല, ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. നമ്മുടെ വിഷയം ഇതായിരുന്നു. നമ്മൾ അത് അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനും ഞാൻ ചോദിച്ച ചോദ്യം തന്നെയാണ് എന്റെ ചോദ്യമാണ്. അല്ല, മാധ്യമങ്ങളിൽ നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുന്നതാണ് മാധ്യമങ്ങൾ ദൗത്യത്തിന് നിയമപരമായ സാധുതയുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ സാധുതയിൽ നിങ്ങൾ പരിപാടികൾ ചെയ്യും, ഞങ്ങൾ നിങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ആ വേറെ കാര്യങ്ങളിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമില്ല, ഞങ്ങളെ കുറ്റപ്പെടുത്തിയും കാര്യമില്ല. ആ രീതിയിൽ പോയി കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഇഷ്യൂ പൂരുമല പ്രശ്നം ഉണ്ടായി, പൊതു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മാധ്യമങ്ങൾ അവരുടെ കൂടുതൽ ഉണ്ടാവും. നിയമപരമായിട്ട് നിയമപരമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറയണത് നിയമപരമായിട്ട് ഒന്നും പോയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അന്വേഷിച്ചു കഴിഞ്ഞത്. സെക്രട്ടറിയോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിയമപരമായിട്ട് പോകും. നിങ്ങൾ ഈ വാർഡ് സഭ എന്തെല്ലാം സാധനങ്ങളുണ്ടോ? വാർഡ് സഭ വിളിക്കുന്നത് 2 വാർഡാണെങ്കിൽ 2 വാർഡ് സഭ വിളിച്ചു. ആ വാർഡ് സഭയ്ക്ക് അധികാരം, പരമാധികാരമാണ് വാർഡ് സഭയ്ക്കുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ആ മെമ്പറെ രാജിവെപ്പിക്കാൻ വരെ അധികാരമുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യണം. ഒരു വാർഡ് സഭ നിങ്ങൾ ഇങ്ങോട്ട് ചെയ്തില്ല എന്ന് പറയുന്നതിന്റെ മറുപടി പറയും. അതുപോലെ തന്നെ റോഡ് നടന്നതിന്റെ വാർത്ത ഇഷ്ടംപോലെ വാർത്ത വന്നിട്ടുണ്ട്. ഒരുപാട് വെച്ചു എന്ന് പറയുന്ന വാർത്ത ഞങ്ങൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഉപദ്രവകരമായ പൊതുജന സംഭവം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്തത്. അതിനെയൊക്കെ പത്രക്കട്ടിങ്ങളും തെളിവുകളും ഒക്കെ. അല്ലാതെ ക്യാമറ വെച്ചോ ബൾബ് വെച്ചോ ഒന്നും ഞങ്ങളുടെ കയ്യിൽ വരുന്നതേ അല്ല. വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതൊന്നും ഇവിടെ ഞങ്ങൾക്കും സർക്കാരില്ല.
വാർത്ത വന്നത് ഇപ്പൊ പറഞ്ഞ ഈ 24 വന്ന വാർത്ത സംബന്ധിച്ച് പ്രസ് ക്ലബിനോ അതുപോലെ തന്നെ KJU-വിനോ ഒരു ബന്ധവും അതിനകത്തില്ല. അത് വ്യക്തിപരമായിട്ട് കൊടുത്ത വാർത്തകളാണ്. ഞങ്ങളുടെ അറിവോ സമൂഹത്തോട് കൊടുത്ത വാർത്തയല്ല അത്. ഞങ്ങളുമായിട്ട് ആലോചിച്ച് കൊടുത്ത വാർത്തയാണ്. റോഡ് പൊളിഞ്ഞ കാര്യത്തിൽ നല്ലപോലെ കവറേജ് ഉണ്ട്. പക്ഷേ അതിനകത്ത് അടിസ്ഥാന ഒരു കാരണം ഇതും കൂടിയാണെന്നുള്ള ഒരു വാർത്ത ഇതിന്റെ അകത്ത് വരുന്നില്ല. അതാണ് എനിക്കുള്ള എന്തുകൊണ്ട് റോഡ് നിരന്തരം പൊളിയുന്നു ഇപ്പൊ എന്നുള്ളത്. ഞങ്ങളിപ്പോ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം വാർത്ത എഴുതുന്ന നിങ്ങളുടെയൊക്കെ ആക്ഷേപം വന്നതിന് ശേഷം നിങ്ങളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഇന്നതാണ് പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം വന്നത്. ഇന്നതാണ് പ്രശ്നം. നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളത് വായിച്ചു നോക്കാം. നിങ്ങളുമായിട്ട് സംസാരിച്ചു. ഞാൻ മോഹൻ സാറുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഇന്നാണ് പ്രശ്നം. സാറ് അല്ല, അത് നമ്മള് ആ കാര്യത്തിൽ നമ്മൾ അന്വേഷിച്ചു. അത് ലൈറ്റ് കറക്റ്റാണ് നമ്മൾ അടിസ്ഥാന പ്രശ്നം ഞങ്ങളുടെ മുഖ്യമായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യത്തില് മാധ്യമങ്ങളുടെ സപ്പോർട്ട് നിയമപരമായി കിട്ടണമെങ്കിൽ വാർഡ് സഭ കൃത്യമായി ഉണ്ടാകും. അറിഞ്ഞുകൊണ്ട് വേണ്ട നിയമം വാർഡ് തീരുമാനം ഉണ്ട്, ഓൾറെഡി ഉണ്ട്. എന്തുകൊണ്ട് അതിനെ നിങ്ങൾ നഗരസഭയിൽ ചോദ്യം ചെയ്തില്ല? നിങ്ങൾക്ക് ഒരു പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല. വാർഡ് സഭയിൽ ഇങ്ങനെ തീരുമാനം നടപ്പാക്കാത്ത സെക്രട്ടറിയെയും വാർഡ് മെമ്പറെ വാർഡ് മെമ്പർ അയോഗ്യനാണ്. അല്ല, അടുത്ത വാർഡ് സഭയിൽ അതിനെ കുറിച്ച് ചോദിച്ചു. എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങളുടെ കൂടെ നിന്ന വാർഡ് മെമ്പർ അല്ല, അവര് പറയുന്നത് ഞാൻ ചോദിച്ചത് അതേപോലെ ഇത് നടന്നില്ലെങ്കിൽ വാർഡ് മെമ്പർ കൂടെ ഉണ്ടല്ലോ. നീ നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പൊ വിളിച്ചിരിക്കുന്ന ഈ ഒരു പത്രസമ്മേളനം റെസിഡൻസ് അസോസിയേഷന്റെ കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കമ്മിറ്റി തീരുമാനം മിനിസ്റ്ററുണ്ട്. മിനിസ്റ്ററുണ്ട്. അപ്പൊ ഈ ഒരു അസോസിയേഷൻ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിനെന്ത് മറുപടി? എന്തുകൊണ്ടാണ് അയാളെ പുറത്താക്കിയെന്നുള്ളതിന്റെ ഒരു ഇത് നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടല്ലോ. പിള്ളേർക്ക് കേസ് കൊടുക്കുകയും മെറ്റീരിയൽ ഞങ്ങൾക്ക് വേറെ ഒരു മാധ്യമത്തിൽ വന്ന ഒരു കാര്യം ഞങ്ങൾക്ക് അത് അങ്ങനെയാണ്. അതൊക്കെ ഇഷ്യൂ നിങ്ങൾ SKനുമായിട്ട് സംസാരിച്ചു. യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് ഒരു റെസിഡൻസ് അസോസിയേഷന്റെ കോടതി കൃത്യമായി തരണം. ഞങ്ങളുടെ വാർത്ത കൊടുക്കണമെങ്കിൽ ഒരു തെളിവ്. കാരണം ഇത് കോടതിയിലൊക്കെ പോകുന്നതാണ്. ഇതൊന്നും ഞങ്ങൾക്ക് സപ്പോർട്ടിങ് മെറ്റീരിയൽ അല്ല. ഇതാണ് നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മോഹൻ സാറെ ഞങ്ങൾക്ക് ഒപ്പിട്ട് തരണം. കാരണം ഇത് മൊത്തത്തിൽ വരുന്ന വാർത്തകൾക്കെതിരെ ഒക്കെ കേസുകൾ പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഒക്കെ അതിനകത്ത് കേസിൽ പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഇതൊന്നും ഞങ്ങൾക്ക് സപ്പോർട്ടിങ് പറ്റില്ല. ജസ്റ്റ് ഇൻഫർമേഷൻ. അപ്പൊ അതിന് ഒരു ആധികാരിക രേഖ പ്രസ് ക്ലബിന് അല്ലെങ്കിൽ എല്ലാ രേഖന്മാർക്കും തരിക എന്നുള്ളതാണ് മറ്റൊരു അഭ്യർത്ഥന. അതുപോലെ തന്നെ വാർഡ് സഭയിൽ അങ്ങനെ എടുത്ത തീരുമാനത്തിന് പകർപ്പ് ആ പകർപ്പ് അതിന് വരും. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ നമ്മള് ഇതിപ്പോ ഒരു വ്യക്തിക്കെതിരെ വേറൊരു ചാനലിൽ ഒരു പത്രത്തിനോ അതിനെ ഒരു യാതൊരു സ്വാതന്ത്ര്യം അതല്ല സാറേ, മാധ്യമ സ്വാതന്ത്ര്യം ചൂഷണം ചെയ്തു. അത് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ പത്രപ്രവർത്തനം നടത്തുന്നില്ല, ഈ പ്രസ് മീറ്റ് നടത്തി പരിചയ ആൾക്കാരൊന്നുമല്ല. ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു. അടുത്ത പ്രസ് മീറ്റ് ഉടനെ തന്നെ നടത്തുന്നില്ല. ഇതിപ്പോ പറയുക അത് വാർത്ത